എന്നിട്ട് അനുമതി തരാൻ പറയുന്നു. അപ്പൊ അവര് തരില്ലെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അഭിജിത്ത് ദീപ്കേനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ സോനം വാങ്ചുക് പുറത്ത് വന്നിട്ട് പറയുന്നു അഭിജിത്ത് ദീപ്കേനെ അറസ്റ്റ് ചെയ്തു, നമ്മളെല്ലാവരും കൂടി ഇന്ന് ഇവിടെ ജൻസി കലാപം നടത്തണം. അങ്ങനെ കലാപം നടത്തി അവിടെ വലിയൊരു വെടിവെപ്പായി. ഈ പ്രതിഷേധിക്കാൻ വന്ന ആൾക്കാർ ആരെങ്കിലും 1-2 പേരൊക്കെ മരിക്കുന്നതോടുകൂടി ഇത് ആഗോള തലത്തിൽ വരെ വലിയ ചർച്ചയാകുന്നു. നേപ്പാളിലെ പോലെ ബംഗ്ലാദേശിലെ പോലെ വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് മോദിയും അമിത്ഷായും രാജിവെക്കുന്നു. ഇതാണ് ഇവര് പ്രതീക്ഷിച്ചത്. ജനാധിപത്യപരമായിട്ട് ഇനി എന്തായാലും രാഹുൽ ഗാന്ധിനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കാന്ന് പറയുന്നത് നടക്കില്ല. ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ല. സോനം വാങ്ചുക് ആരാണ്? സോനം വാങ്ചുക് ലഡാക്ക് കലാപത്തിന്റെ പേരിൽ ജയിലിൽ പോയ വ്യക്തിയാണ്. ലഡാക്ക് കലാപത്തിൽ ഇയാള് ഇളക്കി വിട്ടിട്ട് മാത്രം 4 പിള്ളേരാണ് അവിടെ വെടികൊണ്ട് മരിച്ചത്. ഇയാൾക്കൊന്നും പറ്റിയില്ല, സ്വാഭാവികമായിട്ടും ഇയാൾക്കൊന്നും പറ്റിയില്ല. ഇയാൾ ഇപ്പോഴും അടുത്ത കലാപമായിട്ട് രംഗത്തുണ്ട്. റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് അത് നിങ്ങൾക്കുണ്ട്, ഭരണഘടനാപരമായുണ്ട്. കേന്ദ്രം ഒരിക്കലും അതിനെ തടയുന്നില്ല. അങ്ങനെ തടയുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര സമരങ്ങൾ ഇതിനോടകം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ആരാ തടഞ്ഞത്? ഈ സമരം അക്രമാസക്തമാവുമ്പോൾ ന്യായമായും പോലീസ് ഇടപെടുന്നതല്ലാതെ വേറെ ആര് തടഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്? ജന്തർ മന്ദിറിലെ പാച്ചകളുടെ പ്രതിഷേധം നമുക്കറിയാം. 2 ദിവസം മുമ്പ് വരെ പാച്ചകൾ അല്ലെങ്കിൽ ജൻസികൾ മോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ ഡൽഹിയിൽ പ്രതിഷേധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു വലുതായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള വാർത്തകൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവരൊന്നും വിചാരിക്കാത്ത രീതിയിലാണ് കേന്ദ്ര നേതൃത്വവും ഡൽഹി പോലീസും സത്യത്തിൽ ഈ പ്രക്ഷോഭത്തെ നേരിട്ടത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഇവരുടെ ഉദ്ദേശം ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുക എന്നത് മാത്രമാണോ? ഇതിനകത്ത് തന്നെ CJPയുടെ തന്നെ വലിയൊരു ഗുണാണ്ടറായ ഒരു വ്യക്തി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം, കേട്ടോളൂ. The issue is not just the education minister. The issue is the culture that has set in, a culture of non-answerability, not holding press conferences, not talking to the media, suppressing the media, suppressing independent voices. So the demand is that the culture has to change, and the culture will only change. മെയിൻ ആയിട്ട് അവർ അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഗവൺമെന്റ് പ്രസിനോട് മറുപടി പറയുന്നില്ല. അതായത് മാധ്യമങ്ങളോട് മോദി സംസാരിക്കുന്നില്ല, അമിത്ഷാ സംസാരിക്കുന്നില്ല. അവർക്ക് പറയാനുള്ളതെല്ലാം തന്നെ അവർ ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളോട് പറയുന്നു. മൻ കി ബാത്തിലൂടെയും അല്ലാതെ യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു. അല്ലാതെ ഈ മീഡിയയ്ക്ക് പ്രൊപ്പഗണ്ട ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ അവർ നിൽക്കുന്നില്ല. അത് ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് എന്ന രീതിയിലാണ് ഇയാൾ പറയുന്നത്. എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അഭിജിത്ത് ദീപ്കെ, അതായത് ഈ CJP എന്ന പാർട്ടിയുടെ സ്ഥാപകൻ അമേരിക്കയിൽ നിന്നും ഈ ഡൽഹിയിലേക്ക് ഇറങ്ങുന്നു. ഡൽഹിയിൽ ഇറങ്ങിയതിനു ശേഷം സോനം വാങ്ചുക്കിനൊപ്പം, സോനം വാങ്ചുക് ആരാണ്? സോനം വാങ്ചുക് ലഡാക്ക് കലാപത്തിന്റെ പേരിൽ ജയിലിൽ പോയ വ്യക്തിയാണ്. ലഡാക്ക് കലാപത്തിൽ ഇയാള് ഇളക്കി വിട്ടിട്ട് മാത്രം 4 പിള്ളേരാണ് അവിടെ വെടികൊണ്ട് മരിച്ചത്. ഇയാൾക്കൊന്നും പറ്റിയില്ല, സ്വാഭാവികമായിട്ടും ഇയാൾക്കൊന്നും പറ്റിയില്ല. ഇയാൾ ഇപ്പോഴും അടുത്ത കലാപമായിട്ട് രംഗത്തുണ്ട്. അപ്പൊ ഇയാൾക്കൊപ്പം അഭിജിത്ത് ദീപ്കെ നേരെ ഡൽഹി പോലീസിന്റെ അടുത്തേക്ക് പോകുന്നു. അതാണ് ആദ്യത്തെ ചടങ്ങ്. എന്നിട്ടോ ഡൽഹി പോലീസിന്റെ അടുത്ത് എന്നിട്ട് അനുമതി തരാൻ പറയുന്നു. അപ്പൊ അവര് തരില്ലെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അഭിജിത്ത് ദീപ്കേനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ സോനം വാങ്ചുക് പുറത്ത് വന്നിട്ട് പറയുന്നു അഭിജിത്ത് ദീപ്കേനെ അറസ്റ്റ് ചെയ്തു, നമ്മളെല്ലാവരും കൂടി ഇന്ന് ഇവിടെ ജൻസി കലാപം നടത്തണം. അങ്ങനെ കലാപം നടത്തി അവിടെ വലിയൊരു വെടിവെപ്പായി. ഈ പ്രതിഷേധിക്കാൻ വന്ന ആൾക്കാർ ആരെങ്കിലും 1-2 പേരൊക്കെ മരിക്കുന്നതോടുകൂടി ഇത് ആഗോള തലത്തിൽ വരെ വലിയ ചർച്ചയാകുന്നു. നേപ്പാളിലെ പോലെ ബംഗ്ലാദേശിലെ പോലെ വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് മോദിയും അമിത്ഷായും രാജിവെക്കുന്നു. ഇതാണ് ഇവര് പ്രതീക്ഷിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല ആവശ്യം. നീറ്റ് പരീക്ഷ ചോർന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും നീതി നടപ്പിലാക്കി കൊടുക്കുക, അതുമല്ല ആവശ്യം. ആവശ്യം ഇത്രയേ ഉള്ളൂ, BJPനെ താഴെ ഇറക്കുക, മോദിയെയും അമിത്ഷായെയും താഴെ ഇറക്കുക. ജനാധിപത്യപരമായിട്ട് ഇനി എന്തായാലും രാഹുൽ ഗാന്ധിനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കുക എന്ന് പറയുന്നത് നടക്കില്ല. ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ല. BJPനെ താഴെ ഇറക്കും പറഞ്ഞ് സംസ്ഥാനങ്ങളിൽ ഓൾമോസ്റ്റ് സിംഹഭാഗവും BJPയുടെ കയ്യിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി വേറെ നിവൃത്തിയില്ല. ഇനി ഒരു ജൻസി കലാപമല്ലാതെ രാഹുൽ രാജീവിനെ പ്രധാനമന്ത്രിയാക്കാൻ വേറെ ഒരു വഴിയും ഇവരാരും നോക്കിയിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് എടുത്തത്. ഞാൻ പറയുന്നത് ചുമ്മാതല്ല. 7 ദിവസം മുൻപ് അനുമതി തേടണമെന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊട്ടസ്റ്റിന് അനുമതി തേടാത്തത് എന്ന ചോദ്യവും ഇതേ വലിയ ഗുണാണ്ടറോട് ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുമ്പോൾ ഇയാളുടെ മറുപടി കേൾക്കും. Guys are saying that we'll go to the police station on 6th to seek permission. Now the Delhi police officially says that we need 7-day notice if you want permission to protest at the Jantar Mantar, and that's something that the Supreme Court has also upheld, and you've reported on law. I'm sure you are aware of this. So why not go and get the permission beforehand so that the police doesn't have any excuse to stop your protest legally at least? You think they will give us the permission to protest? But why do you not want to leave any stone unturned? Why not just we are going to the police. We are going to ask them to cooperate, and it's not as though they can't allow us to go to Jantar Mantar, which is a designated protest site. Why do you need permission to why do you need to give them some 20-day notice or 30-day notice?
വ്യക്തമായ ഒരു ഉത്തരം ഇയാൾക്ക് പറയാനില്ല. ഭരണഘടന എന്ന് പറയുന്നുണ്ട്, റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഭരണഘടനയെ മുഖവിലേക്ക് എടുക്കുന്നവർ, എന്റെ അവകാശങ്ങളെ പറ്റി ജനാധിപത്യപരമായിട്ടാണ് ഞാൻ പോരാടുന്നത് എന്ന് പറയുന്നവർ, സുപ്രീം കോടതിയുടെ വിധിക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്ക് തോന്നുന്നുണ്ട്. നിയമം അനുസരിക്കുന്നവർ എല്ലാ പക്ഷവും അനുസരിക്കണം, അല്ലെ? ഭരണഘടനയെ പോലെ തന്നെ സുപ്രീം കോടതി അനുസരിക്കാനുള്ള എല്ലാ ബാധ്യതയും ഇവിടുത്തെ പൗരന്മാർക്കുണ്ട്. ഇവർക്കതില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ ഇതുവരെയും ഇങ്ങനൊരു അനുമതി തേടിയിട്ടില്ല. അഭിജിത്ത് ദീപ്കെ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് നേരെ നടന്നു പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ അനുമതി ചോദിക്കുമ്പോൾ അവർ തരില്ലെന്ന് പറയുന്നത് എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ചോദിക്കുന്നതിന് മുൻപ്, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് അഭിജിത്ത് ദീപ്കെ വരുന്നതിന് വളരെ മുമ്പ് എയർപോർട്ടിൽ ഇറങ്ങിയ അയാൾക്ക് അങ്ങോട്ട് കൊണ്ടുചെന്ന് ഡൽഹി പോലീസ് ഈ സംഭവം കൊടുത്തു. ദാ പിടിച്ചോ അനുമതി. 10 മണി മുതൽ 5 മണി വരെ ജന്തർ മന്ദിറിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം. അയക്കോ, ഒരു പ്രശ്നവും ഇല്ല, ഒരാളും തടയാനും പോകുന്നില്ല. റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് അത് നിങ്ങൾക്കുണ്ട്, ഭരണഘടനാപരമായി ഉണ്ട്. കേന്ദ്രം ഒരിക്കലും അതിനെ തടയുന്നില്ല. അങ്ങനെ തടയുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര സമരങ്ങൾ ഇതിനോടകം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ആരാ തടഞ്ഞത്? ഈ സമരം അക്രമാസക്തമാവുമ്പോൾ ന്യായമായും പോലീസ് ഇടപെടുന്നതല്ലാതെ വേറെ ആര് തടഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്? ഇവർക്ക് റൈറ്റ് ഇല്ലേ? റൈറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര വലിയ മൂവ്മെന്റ് നടത്തിയത്. ഭാരതീയ ജനതാ പാർട്ടി എന്നൊരു പാർട്ടിയെ കളിയാക്കിക്കൊണ്ട് CJP എന്നൊരു പാർട്ടി ഉണ്ടാക്കിയതും അതിന്റെ പേരിൽ ഇന്ന് റോഡ് ഇറങ്ങുന്ന രീതിയിൽ വരെ ഇവരെത്തിയതും ഈ പറയുന്ന റൈറ്റ് അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ. മോദിയും അമിത്ഷായും ഒക്കെ നിങ്ങൾ പറയുന്ന പോലെ ഫാസിസ്റ്റുകളോ അല്ലെങ്കിൽ ഏകാധിപതികളോ ഒക്കെ ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പ്രതിഷേധിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ദേശീയ മാധ്യമങ്ങളൊന്നും തിരിഞ്ഞു നോക്കാത്തിടത്തേക്ക് വളരെ അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം എത്തിച്ചേർന്നു എന്നുള്ളതാണ്. രാവിലെ തന്നെ എല്ലാവരും നിൽക്കുക. ഇന്നിപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ജെൻസി കലാപം ഇവിടെ ഉണ്ടായേ തീരും. ഒന്നും സംഭവിച്ചില്ല. മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആ പാർട്ടിക്ക് തെരുവിലിറങ്ങാനായിട്ട് വന്നത് ചുരുങ്ങിയ ആൾക്കാർ മാത്രമായിരുന്നു. അവർ വന്നു, പ്രതിഷേധിച്ചു. 49 ഡിഗ്രി ചൂടത്ത് ഒട്ടും സഹിക്കാൻ പറ്റാതെ ഈ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇയാളൊക്കെ കാറി കയറി പോയി. ബാക്കി കുറെ ആൾക്കാർ മാത്രം അവിടെ നിന്ന് കുറച്ച് സംസാരങ്ങളൊക്കെ സംസാരിച്ചു. ഈ അഭിജിത്ത് ദീപ്കയുടെ ഒരു പ്രസംഗമുണ്ട്. പുള്ളി പറയുന്ന ഇതാണ്: എന്റെ അമ്മ പേടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഇതുവരെയും എന്റെ അമ്മ ഇങ്ങനെ വിഷമിച്ചിട്ടില്ല. എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിച്ച് അമ്മ കരഞ്ഞു. ഇതെന്തിനാ ഇപ്പൊ പറയുന്ന അറസ്റ്റ് ചെയ്തില്ലല്ലോ? ഇത് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ നമ്മളെ വേട്ടയാടുകയാണെന്ന് വരുത്തി തീർക്കണം, അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇഗ്നോറൻസ്, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പരിഗണിക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത ശ്രദ്ധ നൽകാതിരിക്കുക. ഇതാണ് മോദിയും അമിത്ഷായും ആദ്യം മുതലേ പിന്തുടർന്ന ഒരു നയം. മനസ്സിലായില്ലേ? ഏതെങ്കിലുമൊക്കെ പട്ടികൾ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് കുറച്ചോളും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ വഴി നോക്കി പോകുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. അപ്പൊ നോക്കൂ, നിങ്ങളുടെ യാതൊരു അവകാശങ്ങളും ഇവിടെ ഹനിക്കപ്പെട്ടില്ല. ഭരണഘടന പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രതിഷേധിക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും കിട്ടി. എന്നിട്ട് എന്തുണ്ടായി? നമുക്കറിയാം, ഇത്രയും നാളും ഡൽഹി ഭരിച്ചിരുന്നത് BJP ആയിരുന്നില്ല. ഡൽഹി ഭരിച്ചിരുന്നത് AAP ആയിരുന്നു. ഈ AAP അല്ലെങ്കിൽ ചൂല് പാർട്ടിയുടെ വലിയ സംഭവമായിരുന്നു, അല്ലെങ്കിൽ കൂടെ നിന്നിരുന്ന മീഡിയ ഒക്കെ നോക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പൊ CJPയുടെ സ്ഥാപകനായിട്ട് നിൽക്കുന്ന അഭിജിത്ത് ദീപ്കെ. ഈ കണക്ഷൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നില്ല? ഇതൊക്കെ ബോധമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും. ജെൻസികൾക്ക് വേണ്ടിയാണോ ഇവർ ഇറങ്ങുന്നത്, ഏത് കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് എന്നുള്ളത് ബോധമുള്ള വ്യക്തികൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പൊ ഈ പ്രക്ഷോഭത്തിൽ തന്നെ സ്ഥിരമായിട്ട് വരുന്ന ചില മുഖങ്ങളുണ്ട്. BJPക്കെതിരെയുള്ള എല്ലാ സമരങ്ങളിലും വരുന്ന ചില മുഖങ്ങളുണ്ട്. ഇപ്പൊ ഈ മീഡിയക്ക് ബൈറ്റ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ ഉമർ ഖാലിദിന്റെ ആരാധകനാണ്. ഉമർ ഖാലിദ് ആരാണ്? ഉമർ ഖാലിദ് ഇതേപോലെ തന്നെ ഡൽഹിയിൽ മുമ്പ് സമരം നടത്തി, കലാപം നടത്തി, 54 പേര് മരിക്കാനിടയായ ആ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അകത്ത് കിടക്കുന്ന വ്യക്തിയാണ്. UAP ആണ് അയാൾക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. ഈ സമരം നടത്തുന്നതിന് തൊട്ടു മുൻപ് 5 ദിവസത്തേക്ക് സുഖമില്ലാതെ കിടക്കുന്ന അമ്മയെ കാണാനായിട്ട് അയാൾക്ക് പരോൾ ലഭിച്ചു. നടന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കലാപം ഉണ്ടാക്കി BJP ഗവൺമെന്റിനെ താഴെ ഇറക്കാനായിട്ട് ഗൂഢാലോചന നടത്തിയ ഒരു സംഗതിയാണ്. പക്ഷേ ചീറ്റിപ്പോയി, നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയി. ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ ചാടിക്കടന്നവരാണ് അവര് എന്നുള്ളത് ഇനിയെങ്കിലും ഈ പാറ്റകൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്താലും നിങ്ങൾക്കൊപ്പം ഉത്തരവാദിത്വ ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള, ഇന്ത്യ എന്ന വികാരമുള്ള ഒരു ജെൻസിയും തെരുവിലിറങ്ങില്ല. തെരുവിലിറങ്ങുന്നത് ആരൊക്കെയാണെന്നുള്ളത് ഇന്നലെ ആ സമരം ചാനലുകളിലൂടെ, മലയാള ചാനലുകളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്തരക്കാരല്ലാതെ ആരും രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ തെരുവിലിറങ്ങില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്നത് നടക്കേണ്ട സംഗതിയാണ്. അത് BJP തന്നെയും തീരുമാനിച്ചിരിക്കുന്ന സംഗതിയാണ്. BJPയുടെ മന്ത്രിസഭയിൽ വൻ അഴിച്ചുപണി ഉടനെ ഉണ്ടാകുമെന്നും ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമെന്നുള്ളത് കോമൺ സെൻസ് ഉള്ള, ന്യൂസ് മര്യാദയ്ക്ക് ഫോളോ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലാകുന്ന ഒരു സംഗതി തന്നെയാണ്. അങ്ങനെ നടക്കാനിരിക്കുന്ന ഒരു സംഗതിക്ക് വേണ്ടി അനാവശ്യമായിട്ടൊരു സമരം നടത്താൻ ഇവർ ശ്രമിച്ചതിലൂടെ പുറത്തായത് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശമാണ്. ചീറ്റിപ്പോയ CJP സമരത്തെ പറ്റി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനിയും വരില്ലേ ഇതുപോലുള്ള സമരങ്ങളുമായിട്ട് ആനകളെയും തെളിച്ച് ഈ വഴി. തുടർന്ന് കാണുക പോളി ന്യൂസ്.